നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM സമ്മേളനം ചർച്ച ചെയ്യുന്നത് തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ നയമെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. CPMനുള്ളത് കേരള വികസനം, കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിലൂടെ എന്ന കാഴ്ചപ്പാട്. നവഫാസിസത്തിന്റെ ആശീർവാദത്തോടെയാണ് ഭരണം നിലനിർത്താൻ CPM അടവു നയം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതെന്നും MM ഹസൻ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 47 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ യുവാക്കൾ പിടിയിൽ. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന 19-കാരൻ അറസ്റ്റിൽ. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി അവതാളത്തിൽ. കേരളത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ളത് 120 കോടിയോളം രൂപ. നഷ്ടപരിഹാരം ലഭിക്കാതെ ദുരിതത്തിലായത് 93,000-ലേറെ കർഷകർ. കേന്ദ്ര കേരള സർക്കാരുകൾ അടിയന്തരമായി പണം ലഭ്യമാക്കണമെന്ന് കർഷക സംഘം. വാർത്തകൾ വിശദമായി. CPM സമ്മേളനം ചർച്ച ചെയ്യുന്നത് തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ നയമെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിലൂടെയാണ് CPM കേരള വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതെന്നും MM ഹസൻ തൃശൂരിൽ പറഞ്ഞു. CPM മുതലാളിത്ത പിന്തിരിപ്പൻ പാതയിലേക്ക് നീങ്ങിയെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് സമ്മേളനം നൽകുന്നതെന്ന് MM ഹസൻ ആരോപിച്ചു. കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിലൂടെയാണ് CPMന്റെ കേരള വികസന കാഴ്ചപ്പാട്. മറുവശത്ത് നവഫാസിസത്തിന്റെ ആശീർവാദമുണ്ട്. 3ാം തവണ ഭരണം പിടിക്കാൻ അടവു നയം സ്വീകരിക്കുകയാണ് പാർട്ടി. അഴിമതിയും അക്രമവും പിന്തിരിപ്പൻ ആശയങ്ങളുമാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്നും MM ഹസൻ ആരോപിച്ചു. ലഭിക്കുന്നത് അഴിമതിക്കും പണസമ്പാദനത്തിനുമുള്ള വഴി തുറക്കുന്നത് കൊണ്ട് 3ാം വർഷവും ഭരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയാൽ ഈ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാർക്ക് വീണ്ടും അധികാരത്തിൻ്റെ തണലിൽ അവർക്ക് കൂടുതൽ സമ്പത്തുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് കഠിനമായ പരിശ്രമം നടത്തി അവരും 3ാം വട്ടം ഗവൺമെൻറ് കൊണ്ടുവരാൻ 3ാം ഭരണത്തിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ള ആഹ്വാനമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. അഴിമതിയും അക്രമവും തികഞ്ഞ വലതുപക്ഷ പിന്തിരിപ്പൻ യാഥാർത്ഥിക ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഭരണമാണ് പിണറായിയുടെ 3ാം ഭരണം എന്ന ആശയത്തിലുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 47 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ യുവാക്കൾ പിടിയിലായി. ട്രെയിനിലൂടെയുള്ള ലഹരിക്കടത്തിനെതിരായി പാലക്കാട് RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗവും റെയിൽവേ പോലീസ് ഡാൻസ് ഓഫ് സ്ക്വാഡും എക്സൈസ് റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പാലക്കാട് ജംഗ്ഷനിൽ രാവിലെ എത്തിയ സന്ത്രാഗച്ചി മംഗലാപുരം വിവേക് എക്സ്പ്രസിൽ നിന്ന് പശ്ചിമബംഗാൾ ഹുഗ്ലി സ്വദേശികളായ സജൽ ഹൽദർ, ലവ്ലി മാലാഗർ എന്നിവരെ കഞ്ചാവുമായി പിടികൂടിയത്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന 3 വലിയ ട്രോളി സൂട്ട്കേസുകളിലായി കടത്തിക്കൊണ്ടുവന്ന 47.7 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. പിടികൂടിയ കഞ്ചാവിന് 24 ലക്ഷത്തോളം രൂപ വില വരും. സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഒഡീഷയിൽ നിന്ന് കണ്ണൂർക്ക് കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. കണ്ണൂർ, അഴീക്കോട്, വളപട്ടണം, മട്ടന്നൂർ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് അറസ്റ്റിലായവരെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അറസ്റ്റിലായ യുവാവിനെതിരെ കണ്ണൂരിൽ കഞ്ചാവ് കേസ് നിലവിലുണ്ട്. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനം തടയുന്നതിനായി വരും ദിവസങ്ങളിലും RPFും എക്സൈസും റെയിൽവേ പോലീസും ശക്തമായ പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു. RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ N കേശവദാസിന്റെയും പാലക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ R റിനോഷിന്റെയും റെയിൽവേ പോലീസ് ഡാൻസ് ഓഫ് സ്ക്വാഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിൽ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് എടുത്ത കർഷകർക്ക് ലഭിക്കാനുള്ളത് 120 കോടിയോളം രൂപ. സംസ്ഥാനത്ത് ഇൻഷുറൻസ് എടുത്ത 93,000-ലധികം കർഷകരാണ് നഷ്ടപരിഹാര തുക ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്നത്. കേന്ദ്ര കേരള സർക്കാരുകൾ അടിയന്തരമായി പണം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം രംഗത്തെത്തി. 2023, 2024, 2024, 2025 വർഷങ്ങളിലെ ഇൻഷുറൻസ് ആനുകൂല്യമാണ് മുടങ്ങിക്കിടക്കുന്നത്. ഇത് 120 കോടിയോളം രൂപ വരും. സംസ്ഥാനത്തെ 93,011 കർഷകരാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന നാശനഷ്ടത്തിനെതിരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയിട്ടുള്ളത്. കേന്ദ്രവും കേരളവും തുല്യ പങ്കാളിത്തത്തോടെയാണ് തുക നൽകേണ്ടത്. പണയം വെച്ചും
കടം വാങ്ങിയും ഇറക്കിയ കൃഷി കാലാവസ്ഥാ വ്യതിയാനത്തിൽ നശിച്ചുപോയ ദയനീയ സ്ഥിതിയാണ് പല കർഷകരും നേരിടുന്നത്. ഈ അവസ്ഥയിൽ ഇൻഷുറൻസ് തുക വലിയ ആശ്വാസമാണ്. എന്നാൽ അതും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇരു സർക്കാരുകളും അടിയന്തരമായി കർഷകർക്ക് പണം നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കേരള കർഷക സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ PR വർഗീസ് ആവശ്യപ്പെട്ടു. കേരളത്തിലെ നെൽകൃഷിക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. ഏകദേശം ഒരു ഏക്കറിന് 40,000 രൂപ വരെ കാർഷിക രംഗത്ത് ഉൽപ്പാദന ചെലവ് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഈ ഉൽപ്പാദനത്തിന് പുറമെ വൻതോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2023, 24, 25 2 വർഷങ്ങളിലായി കേരളത്തിൽ 93,011 കൃഷിക്കാർ ഇൻഷുറൻസിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രീമിയം അടച്ചിട്ടുണ്ട്. ഈ 2 വർഷങ്ങളിലായി ഏകദേശം 120 കോടിയോളം രൂപ കൃഷിക്കാർക്ക് ലഭിക്കാനുണ്ട്. ഈ ഉയർന്ന ഉൽപ്പാദന ചെലവും കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന വലിയ വിളനാശവും കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ കാലാവസ്ഥാ വ്യതിയാനത്തിലുള്ള ഇൻഷുറൻസ് സംഖ്യ കൃഷിക്കാർ അടച്ചതാണ്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായിട്ട് കൃഷിക്കാർക്ക് വിതരണം ചെയ്യണം. ഇൻഷുറൻസ് തുക എത്രയും വേഗം അനുവദിച്ചില്ലെങ്കിൽ നെൽകൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് പല കർഷകർക്കുമുള്ളതെന്നും കർഷക സംഘം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്ന 19-കാരൻ അറസ്റ്റിൽ. പള്ളിക്കൽ താഴത്ത് പറമ്പിൽ ബഷീറിന്റെ മകൻ അൻഷാദിനെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് അൻഷാദിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഏതാനും ദിവസങ്ങളായി നടത്തിവന്ന നിരീക്ഷണത്തിനൊടുവിലാണ് 19-കാരനായ അൻഷാദ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത്. ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ AR നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. മേഖലയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അൻഷാദിന്റെ കഞ്ചാവ് വിൽപ്പന. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് യുവാവ് ലഹരി വസ്തുക്കൾ വിറ്റിരുന്നതായി പോലീസ് പറഞ്ഞു. CPOമാരായ ഗിരീഷ് C. സുബിൻ ചന്ദ്രൻ, നിതീഷ് VK രാമകൃഷ്ണൻ, വിനീത് മോൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുളപ്പുള്ളിയിൽ വൈദ്യുതി കേബിൾ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികരായ അച്ഛനും മകനും പരിക്കേൽക്കാനിടയായത് KSEB അനാസ്ഥ മൂലമെന്ന് BJP. താഴ്ന്നു കിടക്കുന്ന ലൈനുകളും കേബിളുകളും മേഖലയിൽ വൻ അപകട ഭീഷണിയായി മാറുകയാണെന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കുളപ്പുള്ളി കണയം റോഡിൽ UP സ്കൂളിന് സമീപം വൈദ്യുതി കേബിൾ പൊട്ടിത്തൂങ്ങിക്കിടന്ന് ബൈക്ക് യാത്രികരായ മദൻ മോഹൻ, മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവം KSEBയുടെ അനാസ്ഥ മൂലമാണെന്ന് BJP ആരോപിച്ചു. വലിയ വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ വൈദ്യുതി ലൈനിന് ഉയരമില്ലാത്തത് അപകട കാരണമാകുന്നതായി BJP ചൂണ്ടിക്കാട്ടി. KSEBയുടെ അശ്രദ്ധ മൂലം സംഭവിച്ച അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് BJP ആവശ്യപ്പെട്ടു. തീർത്തും KSEBയുടെ അനാസ്ഥ കൊണ്ടാണ്. കേബിൾ വയറുകളെല്ലാം താന്ന് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏതോ വലിയ വാഹനം പോയിട്ട് പൊട്ടിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കുടുംബത്തിന് ഈ ഗതിയുണ്ടായത്. കാരണം ഒരു കുടുംബത്തിലെ അച്ഛനും മകനും ജോലിക്ക് പോയി ജീവിക്കുന്ന ആ 2 ആളും കിടപ്പുകളിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായി. അതായത് KSEB ഓഫീസിൽ വന്ന് എഞ്ചിനീയറിനെ കണ്ട് സംസാരിച്ചു. ആ കുടുംബത്തിൻ്റെ ഈ ഹോസ്പിറ്റൽ ചെലവ് പൂർണ്ണമായും KSEB ചെയ്യണം. അവർക്ക് വേണ്ടി അത് ചെയ്തേ പറ്റൂ. അവരുടെ ഹോസ്പിറ്റൽ ചെലവും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും KSEB ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി ഞങ്ങൾ KSEB ഓഫീസിൽ വന്നിരിക്കുകയാണ്. അവർ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. എന്തായാലും KSEB ഇത്തരം നടപടികൾ ഷൊർണൂർ ഭാഗത്ത് പല മേഖലയിലുമുണ്ട്. പല മേഖലയിലും കേബിൾ വയറുകൾ താഴെ ഭാഗത്ത് കൂടെയാണ് പോകുന്നത്. റോഡ് ക്രോസ് ചെയ്യുന്ന വൈദ്യുതി കമ്പികളും സർവീസ് വയറുകളും മതിയായ ഉയരത്തിലല്ലെന്ന് കാണിച്ച് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് BJP പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കൊപ്പം അഭയം ചാരിറ്റബിൾ സൊസൈറ്റി അന്തേവാസികൾക്കായി പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രവും നബാർഡും ചേർന്ന് ക്ലാസുകൾ സംഘടിപ്പിച്ചു. നബാർഡ് DDM കവിത റാം ഉദ്ഘാടനം ചെയ്തു. അഭയം അന്തേവാസികളായ സ്ത്രീകളുടെ മാനസികാരോഗ്യത്തിന്റെ ഉന്നമനത്തിനായി ഹോർട്ടിക്കൾച്ചർ തെറാപ്പി യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. പോഷകാഹാര ഉന്നമനത്തിനായി അന്തേവാസികൾക്ക് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. കൃഷിയിടങ്ങളിൽ നിന്നുള്ള തേൻ സംഭരിക്കുന്നതിനായി ചെറു തേനീച്ച കോളനിയും വിതരണം ചെയ്തു. നബാർഡ് DDM കവിത റാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. ഷാബിറ അധ്യക്ഷത വഹിച്ചു. അഭയം സ്ഥാപകൻ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു.
കൃഷി വിജ്ഞാന കേന്ദ്രം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ KV സുമിയ പദ്ധതി വിശദീകരിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രം പ്രൊഫസർ ഡോക്ടർ M ഇസ്രായേൽ തോമസ് അഭയം കൃഷ്ണനെയും നബാർഡ് DDM കവിതാറാം കാർഷിക രംഗത്ത് സംരംഭകയായ റഹമത്തിനെയും ആദരിച്ചു. തുടർന്ന് റഹമത്ത് മജീദ് അന്തേവാസികൾക്കായി സോപ്പ് നിർമ്മാണം സംബന്ധിച്ച് പരിശീലനം നൽകി. ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയെക്കുറിച്ച് കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രശ്മി ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. KSSPU പാലക്കാട് റൂറൽ ബ്ലോക്ക് വനിതാ ദിനാചരണം മുണ്ടൂർ എഴക്കാട് പെൻഷൻ ഭവനിൽ നടന്നു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക V വിജയം ഉദ്ഘാടനം ചെയ്തു. നമുക്കതൊരു സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. വനിതാ ദിനത്തിന് ഒരു നല്ല വളരെ സംഭവബഹുലമായ വളരെ വിപ്ലവകരമായ ഒരു ചരിത്രം തന്നെയാണുള്ളത്. അതൊരിക്കലും പുരുഷ കേന്ദ്രീകൃതമായിരുന്നില്ല. പുരുഷന്മാരെ നയിച്ചൊരു മുന്നേറ്റത്തിൽ നിന്നുമല്ല വനിതാ ദിനം ഉണ്ടായത്. മറിച്ച് ന്യൂയോർക്ക് സിറ്റിയിലാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് തുല്യവേതനവും അതുപോലെ വോട്ടവകാശത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് സ്ത്രീകൾ ഒത്തുകൂടുന്നത്. അതിവിടെയല്ല, അത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. യൂണിയൻ സംസ്ഥാന കൗൺസിലർ PR രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി O മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ OM ബുഷറ ആരോഗ്യ ക്ലാസ് എടുത്തു. ആകാശവാണി ആർട്ടിസ്റ്റ് വാസന്തി ഹരികുമാർ, വെറ്റിനറി ഡോക്ടർ KM മഞ്ജുഷ എന്നിവരെ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണൻകുട്ടി, സംസ്ഥാന കൗൺസിലർമാരായ P രാജഗോപാലൻ, MC വാസുദേവൻ, റൂറൽ ബ്ലോക്ക് സെക്രട്ടറി P കൃഷ്ണദാസ്, പ്രസിഡന്റ് K പാർത്ഥസാരഥി, PP പ്രേമ, വനിതാ കമ്മിറ്റി ജോയിന്റ് കൺവീനർ CK പൊന്നമ്മ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ പഞ്ചായത്തിലെ 10ാം വാർഡിലുള്ള ചെറുമുണ്ടശ്ശേരി ഷാപ്പുപടി റോഡ് നവീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ റോഡ് ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7,70,000 രൂപ ചെലവഴിച്ചാണ് ചെറുമുണ്ടശ്ശേരി ഷാപ്പുപടി റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. റോഡ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. അമ്പലപ്പാറ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന മുഹൂർത്തങ്ങൾ കൂടിയാണ് ഞങ്ങൾക്കിത്. ഓരോ റോഡ് എന്ന് പറയുമ്പോൾ വളരെ ജനങ്ങൾക്ക് എത്രമാത്രം അവരുടെ ഗതാഗത യോഗ്യ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ വെള്ളവും വെളിച്ചവും അതേപോലെ തന്നെ ഗതാഗതവും, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിഷ്കർഷ വെച്ചുകൊണ്ട് തന്നെയാണ് ഭരണസമിതി പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സൂചിപ്പിച്ചു 2 കോടി ഉറുപ്പിക. കാരണം പല ഭാഗത്തു നിന്നും എങ്ങനെയാണ് പ്രസിഡന്റ് ഇത്ര എടുക്കാൻ, ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും ചെലവഴിക്കുമ്പോൾ നല്ലപോലെ അടിയിലേക്ക് നോക്കി അതിന് പറ്റുമോ എന്നുള്ളത് നോക്കി തന്നെയാണ് നമ്മൾ ചെലവഴിക്കാറുള്ളൂ. വിത്തെടുത്ത് ഉണ്ണുന്ന സ്വഭാവമൊന്നും നമുക്കില്ല. 2 കോടി രൂപയാണ് ഈ 24-25 ചെലവാക്കിയെങ്കിൽ വീണ്ടും ഇപ്പോൾ ഇക്കൊല്ലം കാശ് സൂചിപ്പിച്ച മാതിരി നമ്മൾ അതിൻ്റെ കാരണം അനാവശ്യ ചെലവുകൾ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. റോഡ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മധുരപലഹാര വിതരണവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ സ്വദേശിയായ ബാലകൃഷ്ണൻ നായർക്ക് വിജയലക്ഷ്മി എന്ന ആന മകൾ തന്നെയാണ്. 4 പെൺമക്കളെ വിവാഹം കഴിച്ചയച്ച അദ്ദേഹം വിജയലക്ഷ്മിക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം 5ാമത്തെ മകളുടേതാണ്. ലോക വനിതാ ദിനത്തിൽ കാണാം ഒരു വേറിട്ട കാഴ്ച. തന്റെ 5ാമത്തെ മകളെപ്പോലെ സ്നേഹിച്ചും ലാളിച്ചും കൊഞ്ചിച്ചും കൊണ്ടു നടക്കുകയാണ് വിജയലക്ഷ്മി എന്ന ആനയെ ബാലകൃഷ്ണൻ നായർ. 77ാം വയസ്സിലും തൃശൂർ ജില്ലയിലെ അമല ആശുപത്രിക്ക് സമീപം പറപ്പൂർ തൊള്ളൂർ പുത്തൻ വീട്ടിൽ ബാലകൃഷ്ണൻ നായർ എപ്പോഴും ആനയുടെ പരിചരണവുമായി രംഗത്തുണ്ടാകും. മുള്ളൂർക്കര തിരുവാണിക്കാവ് വേല തിങ്കളാഴ്ച ആഘോഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് ഈ ആനയെ ക്ഷേത്രത്തിൽ നിത്യേന 2 നേരം തൊഴാനും മറ്റ് ചടങ്ങുകൾക്കുമായി കൊണ്ടുവന്നത്. ആനയെ കൊണ്ടുവരുമ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് ഒരാശയമുണ്ടായിരുന്നു. ലോക വനിതാ ദിനമല്ലേ വരുന്നത്, അതിൻ്റെ ഭാഗമായി ഒരു പിടിയാന തന്നെ ആവാം എന്ന്. ഈ ചർച്ചയ്ക്കൊടുവിലാണ് വിജയലക്ഷ്മി ക്ഷേത്രത്തിലെത്തിയത്. ഈ ആന സൗകര്യപ്രദമായി കിട്ടുന്നതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ എഴുന്നള്ളിപ്പും നടക്കാൻ സൗകര്യമുണ്ട്.
പിന്നെ പിടിയാന ഒരു എല്ലാ ക്ഷേത്രത്തിലും എഴുന്നള്ളിക്കും. ഭഗവാൻ ഗുരുവായൂരപ്പന് വരെ പിടിയാനെ കൊണ്ട് എഴുന്നള്ളിച്ചിട്ടുണ്ട്. കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ പിടിയാനയാണ്. പിടിയാന എഴുന്നള്ളിക്കാൻ പാടില്ല എന്ന് എവിടെ ഒരു ഇതിന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ മുള്ളൂർക്കര മാത്രം പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിടിയാനെ ഇവിടെ എഴുന്നള്ളിക്കുന്നത്. പണ്ട് പടിയും ഈ പാലിയത്തെ ദേവസ്ഥയുടെ സമയത്ത് പടിയും പിടിയാനയുണ്ടാവും. ബാലകൃഷ്ണൻ നായർക്ക് 4 പെൺകുട്ടികളാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞു. ഭാര്യ മരണപ്പെട്ടിരുന്നു. 2 വർഷത്തോളം ഒറ്റയ്ക്കായിരുന്നു ജീവിതം. പലരും മറ്റൊരു വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം വിസമ്മതിച്ചു. ഇതിനിടയിലാണ് മകളായി വിജയലക്ഷ്മി കൂട്ടിനെത്തിയത്. വീടിന്റെ പേര് വെച്ച് തോളൂർ ജയലക്ഷ്മി എന്നാണ് പേരിട്ടത്. വിജയലക്ഷ്മി എന്ന ആനയെ സ്വന്തം മകളെപ്പോലെയാണ് പരിപാലിക്കുന്നതെന്ന് ബാലകൃഷ്ണൻ നായർ പറഞ്ഞു. എനിക്ക് ഒരു പെൺകുട്ടിയായിട്ട് ഒരു ആനക്കുട്ടിയെ കണ്ടെത്തി. അപ്പോൾ അതിനെ മേടിക്കണം എന്നൊരു ആഗ്രഹം കിടന്നു. ഞാനും വേറൊരാളും കൂടിയിട്ട് അതിനെ പോയി നോക്കി എടുത്തു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3 കൊല്ലം കഴിഞ്ഞു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അതിന് തുടർച്ചയായിട്ട് ഇപ്പോൾ അതിന് മുന്നോട്ട് കൊണ്ടുനടക്കണം. മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പോൾ ആരും വീട്ടിലാരും ഇല്ല. അപ്പോൾ ആരും പ്രായത്തിൽ അതാണ് ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയായിട്ട് നീങ്ങുന്നത്. അതാണ് ഇപ്പോൾ രാവ് പകൽ അതിൻ്റെ അടുത്ത് ഉണ്ടാവും. വീട്ടിലേക്ക് പോകണ ആഗ്രഹം. പുറത്ത് പോയാൽ പിന്നെ അവളെ കൊണ്ട് പോകുമ്പോഴേ വീട്ടിലേക്ക് പോകുള്ളൂ. അവളെ വഴിയിൽ നിർത്തിയിട്ട് വീട് പോകണ ആവശ്യം പോവില്ല. അങ്ങനെ പറമ്പിൽ റെഡ് കയറ്റി കെട്ടിയിട്ട് പിന്നെ വീട്ടിൽ പോകും. അവിടെ ചെന്നാൽ 2 നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. പട്ടിറക്കും. കഴുകാൻ സൗകര്യമുണ്ട്. 2 ആനക്കാർ കൂടെ ഉണ്ടാവും. അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അങ്ങനെ ഭംഗിയായിട്ട് നീങ്ങിപ്പോകും. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലെ ആനപ്പാപ്പാനായിരുന്നു അദ്ദേഹം. അവിടുത്തെ വലിയ നാരായണൻ ചെരിഞ്ഞതോടെയാണ് ഇദ്ദേഹം തൊഴിലുപേക്ഷിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലക്കിടി AJB സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും റാലിയും സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം പോലീസ് സബ് ഇൻസ്പെക്ടർ ഹരിദേവ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഇവരൊക്കെ ചെറുപ്പത്തിലെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ നല്ലപോലെ തല്ലി വളർത്തുന്നത്. രക്ഷിതാക്കളോടാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും മക്കളോട് അധികമായിട്ട് ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കൂടെ എപ്പോഴും ഒരു ശ്രദ്ധ അതിൽ വേണം. ഈ സമയത്ത് കുറച്ച് പറയുമ്പോഴേക്കും പുതിയ അഡിക്ഷനിലേക്ക് അവരെന്തെങ്കിലും വഴിമാറി കൊണ്ടേ നിൽക്കും. പുതിയ കാഴ്ചകൾ കാണും. പുതിയ കൂട്ടുകാർക്കും ഇപ്പോഴും നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളായിരിക്കും. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് പഠിക്കാൻ തുടങ്ങും. അവർക്ക് എന്ത് ചെയ്യും? അതൊന്ന് വലിച്ചു നോക്കൂ. ഒരൊറ്റ തവണ വലിക്കല്ലേ, അത് കുറച്ച് ഹീറോയിക് ആക്ടിവിറ്റിയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയും. കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 160ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. സ്കൂൾ മാനേജർ അലി അക്ബർ, PTA പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷ എന്നിവർ സംസാരിച്ചു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പുറമെ നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു. പ്ലക്കാർഡുമേന്തിയുള്ള റാലിയിൽ കുട്ടികളും PTA ഭാരവാഹികളും രക്ഷിതാക്കളും അധ്യാപകരും അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കല്ലൂർ കല്ലമ്പാക്ക ഭഗവതി ക്ഷേത്രത്തിൽ ദേശവേല മഹോത്സവത്തിന് കൊടിയേറി. 14-നാണ് ദേശവേല. വിപുലമായ പരിപാടികളോടെയാണ് വേലാഘോഷം. 14-ന് ദേശവേലയോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാകുക. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് മേൽശാന്തി മാടമന ശശി എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ 100 കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിലാണ് ഉത്സവം കൊടിയേറിയത്. 14-ന് രാവിലെ 10-ന് പഞ്ചാരിമേളമുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തുന്ന വേലകൾ കാവുകയറും. രാത്രി 10:30-ക്ക് ഡബിൾ തായമ്പകയും 15-ന് ശനിയാഴ്ച പുലർച്ചെ പാണ്ടിമേളവും നടക്കും. ദേശവേലയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന കലാപരിപാടികളും അനുമോദന ചടങ്ങും കഥകളി സംഗീതജ്ഞൻ ഡോക്ടർ സദനം ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ ഈ എഡ്യൂക്കേഷൻ ധാരാളം ഞാൻ പഠിപ്പിച്ച ധന്യ അടക്കമുള്ള കുറേ കുട്ടികൾ ഇവിടെയുണ്ട്, രശ്മിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എത്ര കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതാമോ അത്രയധികം മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അത്രയധികം ബുദ്ധിയുള്ള കുട്ടി എന്നാണ് അന്നൊക്കെ നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബുദ്ധി എന്ന് പറഞ്ഞാൽ കുറേ ഭാഷാപരമായ കാര്യങ്ങൾ മനഃപ്പാഠമാക്കുകയല്ല, മറിച്ച് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് അഭിമുഖീകരിക്കാനുള്ളൊരു ബുദ്ധി, അതൊരു ബുദ്ധിയാണ്. സംഗീതാത്മകമായ ബുദ്ധി അതൊരു ബുദ്ധിയാണ്. കെ ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കല്ലൂർ രാമൻകുട്ടി മാരാർ, കല്ലൂർ നാരായണൻകുട്ടി ആശാൻ, പഴനിമല AC തെയ്യുണ്ണി, NP രാജു, MS മുത്തുരാമൻ എന്നീ കലാകാരന്മാരെ സദനം ഹരികുമാർ ഉപഹാരം നൽകി ആദരിച്ചു. രശ്മി പ്രാർത്ഥന ചൊല്ലി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ്
MK വാസുദേവൻ സ്വാഗതവും മാതൃസമിതി പ്രസിഡന്റ് സതി വാസുദേവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. CPM സമ്മേളനം ചർച്ച ചെയ്യുന്നത് തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ നയമെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. CPMനുള്ളത് കേരള വികസനം, കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിലൂടെ എന്ന കാഴ്ചപ്പാട്. നവഫാസിസത്തിന്റെ ആശീർവാദത്തോടെയാണ് ഭരണം നിലനിർത്താൻ CPM അടവു നയം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതെന്നും MM ഹസൻ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 47 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ യുവാക്കൾ പിടിയിൽ. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന 19-കാരൻ അറസ്റ്റിൽ. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി അവതാളത്തിൽ. കേരളത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ളത് 120 കോടിയോളം രൂപ. നഷ്ടപരിഹാരം ലഭിക്കാതെ ദുരിതത്തിലായത് 93,000-ലേറെ കർഷകർ. കേന്ദ്ര കേരള സർക്കാരുകൾ അടിയന്തരമായി പണം ലഭ്യമാക്കണമെന്ന് കർഷക സംഘം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.